على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وجعلنا النهار معاشا ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസിനികളെ പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിക്കണമെന്നും കഴിവിൻ്റെ പരമാവധി ആ നാഥനെ സൂക്ഷിച്ച് ജീവിച്ച് മരണപ്പെടണമെന്നും ആദ്യം സ്വന്തത്തെയും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ ജുസ്ഇലെ ഒരു ചെറിയ അധ്യായം, അതിലൊരു ചെറിയ വചനം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം لقد خلقنا الإنسان في كبد. മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് ഫി കബദ് എന്നാണ്. കബദ് എന്ന് പറഞ്ഞാൽ ക്ലേശം എന്നാണ്. ക്ലേശം, കഷ്ടപ്പാട്, പ്രയാസം, ഇതാണ് കബദ് എന്ന വാക്കിൻ്റെ അർത്ഥം. അഥവാ കഷ്ടപ്പെടാൻ വിധിക്കപ്പെട്ട ഇടമാണ് ഈ ദുനിയാവ് എന്ന് അള്ളാഹു കൃത്യമായി നമ്മളെ അറിയിക്കുകയാണ്. എളുപ്പത്തിൽ എങ്ങനെയെങ്കിലും ചുളുവിൽ ജീവിച്ചു പോവുക എന്നത് ഈ ദുനിയാവിലെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമുക്ക് നിശ്ചയിച്ചതല്ല തന്നെ. ചെറിയ ചെറിയ കഷ്ടപ്പാടുകൾ ഉണ്ടാകണം. അതിന് തക്ക വിധത്തിലാണ് പടച്ചവൻ നമ്മുടെ ശരീരത്തെ, അതിൻ്റെ ഘടനയെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ സ്വതന്ത്രമായ 2 കൈകളൊക്കെ ഉണ്ട്, അധ്വാനിക്കാം, ഓടി നടക്കാനുള്ള കാലുകളുണ്ട്, ശേഷിയുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അധ്വാനിച്ച് വേണം ഈ ദുനിയാവിൽ ജീവിക്കാൻ എന്ന് അള്ളാഹു വളരെ കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ആ അധ്വാനിക്കാനുള്ള ഇടമാണ് ദുനിയാവ് എന്ന് പറയാണ്. വജഅൽനാ ലക്കും ഫീഹാ മആയിഷ്,
നിങ്ങളെ അള്ളാഹു എവിടേക്കാണ് അയച്ചിട്ടുള്ളത് അവിടെ നിങ്ങൾക്ക് മആയിഷ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതിൻ്റെ ഏകവചനം പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. മഈഷത്ത് എന്നാണ്. മഈഷത്ത് എന്ന് പറഞ്ഞാൽ ജീവിത ഉപാധി, ജീവിക്കാനുള്ള വിഭവം. അത് ഈ ദുനിയാവിൽ ഭൂമിയിൽ ഞാൻ നിങ്ങൾക്ക് ഏർപ്പാടാക്കി തന്നിട്ടുണ്ട്. അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ മതി, വേറെ പ്രയാസമൊന്നുമില്ല. ചില കാലങ്ങളിലൊക്കെ അത് വളരെ തുച്ഛമായിരുന്നു, തീരെ ഇല്ലായിരുന്നു. ഒരു 10-60-70 വയസ്സുള്ള കാരണവന്മാരോട് ചോദിച്ചാൽ പറയും പഴയ കാലത്തൊക്കെ ഭയങ്കര ദാരിദ്ര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ തേടി നടന്നാൽ നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മഈഷത്തിന് ധാരാളം അവസരങ്ങളുണ്ട്. അതിനുള്ള മനസ്സ് മാത്രമാണ് നമുക്കുണ്ടാകേണ്ടതുള്ളൂ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ. അപ്പോൾ മഈഷത്ത് അത് ആ ഒരു വാക്ക് ഖുർആനിൽ ഒരിടത്തല്ല ഒന്നിലേറെ തവണ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അറാഫിൽ കാണാം, സൂറത്തുൽ ഹിജ്റിൽ കാണാം. എന്ന് മആയിഷ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വജഅൽനാ ലക്കും ഫീഹാ മആയിഷ്. പക്ഷെ ആ മഈഷത്ത് ഞാൻ തന്നതിൻ്റെ പേരിൽ നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കുന്നുണ്ടോ? ഇല്ല. ഒരിടത്ത് പറയുന്നത് ഖലീലൻ മാ തശ്കുറൂൻ എന്നാണ്. പക്ഷെ അതിൻ്റെ പേരിൽ നിങ്ങൾ എനിക്ക് അർപ്പിക്കുന്ന നന്ദി വളരെ കുറച്ചാണ്, തുച്ഛമാണ്. നിങ്ങൾ നന്ദി കാണിക്കാമെന്ന് വിചാരിച്ചാലും നിങ്ങൾക്ക് തരുന്ന മഈഷത്തിൻ്റെ പേരിൽ അതാവുകയില്ല, അതിന് മതിയാവില്ല എന്നാണ്. അത്രയേറെ അവസരങ്ങളുണ്ട്, വിഭവങ്ങളുണ്ട് നിങ്ങൾക്ക് ഈ ദുനിയാവിൽ. അതിനുള്ള സമയം നമുക്ക് തന്നിട്ടുണ്ടെന്നാണ്. അതാണ് ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്ത്. നമുക്കൊക്കെ പരിചയമുള്ള, ഒരുപക്ഷെ മനഃപ്പാഠമുള്ള സൂറത്തുൻ നബയിലെ ആയത്താണ്. മഈഷത്ത് എന്ന് പറഞ്ഞാൽ ജീവിത ഉപാധിയാണെങ്കിൽ, മആഷ് എന്ന് പറഞ്ഞാൽ ആ ജീവിതോപാധി തേടിപ്പിടിക്കാനുള്ള സന്ദർഭം, അവസരം, സമയത്തിനാണ് മആഷ് എന്ന് പറയുക. നിങ്ങൾക്ക് മഈഷത്തിനെ കണ്ടെത്താനുള്ള സമയവും തന്നിട്ടുണ്ട്. ഒരു 10-14 മണിക്കൂറുണ്ട്. സുബഹി കഴിഞ്ഞ് നിങ്ങൾ പോയാൽ സന്ധ്യ വരെ പണിയെടുക്കുകയാണെങ്കിൽ തന്നെ 13-14 മണിക്കൂർ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ, കർഷകനാകട്ടെ മറ്റേതെങ്കിലും തൊഴിലെടുക്കുന്നവനാവട്ടെ കച്ചവടക്കാരനാവട്ടെ ആരാകട്ടെ, അവർക്ക് രാത്രിയിൽ വിശ്രമിക്കാനുള്ള സമയം മാറ്റി വെച്ചാൽ പോലും മഈഷത്തിനായി ധാരാളം സമയം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. വജഅൽന നഹാർ നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ടുള്ളതാണ്. അത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണെന്ന് സൂറത്തു അൽ ഖസസിൽ പടച്ചോൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സമയം നിങ്ങൾക്ക് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ എന്ന് ചോദിക്കുന്നുണ്ട് ഖുർആൻ. അതുകൊണ്ടാണ് പടച്ചോൻ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ആസ്തിക്യത്തിൻ്റെ പടച്ചവനുണ്ട്. അങ്ങനെ ഒരു ശക്തി പ്രപഞ്ചത്തിലുണ്ട്. ഒരു നിർമ്മാതാവും ഒരു സംവിധായകനും ആയി പടച്ചവനുണ്ട് എന്നതിൻ്റെ കൃത്യമായ സൂചനയാണെന്ത്? നിങ്ങൾക്ക് പകലുണ്ട് എന്നത്. അപ്പോൾ മഈഷത്തുണ്ട്, ആ മഈഷത്തിനെ തേടിപ്പിടിക്കാനുള്ള അവസരങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് എന്ത്? സൂറത്തുൽ ജുമുഅയിൽ നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് വദറുൽ ബൈഅ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആഴ്ചയിലെ 7 ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് യൗമുൽ ജുമുഅ എന്ന് പറയുന്നത്. ആ ദിവസത്തിലെ ഉച്ചവേളയിലാണ്, ഈ സമയത്താണ് ദിക്റുള്ള നടക്കുന്നത്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ ഉണ്ടാകുന്നത്. പടച്ചവൻ്റെ സംവിധാനമാണ്, നമ്മുടെ ദീനിൻ്റെ സംവിധാനമാണത്. പക്ഷേ ആ സമയം കഴിഞ്ഞാൽ പിന്നെ പള്ളി കുത്തിരിക്കരുതാണ്. പിന്നെന്ത് ചെയ്യണം? നിങ്ങൾ ഭൂമിയിൽ വ്യാപരിച്ചേക്കണം. എന്തിനു വേണ്ടി? വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. എന്നിട്ട് അള്ളാഹു നിങ്ങൾക്ക് തന്ന ഫദ്ലുണ്ടല്ലോ, നേരത്തെ പറഞ്ഞ വാക്ക് മഈഷത്ത് എന്നതാണ്. ഈ മഈഷത്തിനെ നിങ്ങൾ അന്വേഷിച്ച് തേടി പിടിക്കണം എന്നാണ്. അത് അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ളതാണ്, പടച്ചവൻ്റെ തീരുമാനമാണ്. നിങ്ങൾ അങ്ങനെ ജീവിക്കണമെന്നത്. സുഖലോലുപതയുടെ ജീവിതം, സുഖാനുഗ്രഹങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് മരണാനന്തരം ഇൻഷാ അള്ളാഹ് നിങ്ങൾ സ്വർഗാവകാശികളാണെങ്കിൽ നിങ്ങളുടെ സ്വർഗീയ ജീവിതമാണ്. അധ്വാനമില്ലാതെ നിങ്ങൾക്ക് ആഗ്രഹിച്ചാൽ തന്നെ നിങ്ങളുടെ മുന്നിൽ വരുന്ന ജീവിതം. ഇവിടെ ആഗ്രഹിച്ച ഒന്നും മുന്നിൽ വരില്ല.
ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് കുറച്ച് ആളുകൾ സ്ഥിരമായി പള്ളിയിൽ തന്നെ ഇരിക്കുന്ന കുറച്ച് ആളുകൾ 1-2 ദിവസമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ, എന്താ നിങ്ങളിങ്ങനെ പള്ളിയിൽ? അത് ഞങ്ങളിങ്ങനെ അള്ളാഹുവിനെ ആരാധിച്ചിങ്ങനെ കഴിഞ്ഞു കൂടുകയാണ്. അപ്പോൾ ഫുഡൊക്കെ എങ്ങനെ? അത് പടച്ചോൻ തരുമെന്ന്. അപ്പോൾ അദ്ദേഹം അവരെ ശാസിച്ചു. എന്ത്? നിങ്ങൾക്കറിയാമല്ലോ, ഇന്ന സമ അലാത്തും തിറുദഹബൻ വലാഫിദ്വ, ആകാശത്ത് നിന്ന് സ്വർണവും വെള്ളിയൊന്നും പെയ്ത് ഇറങ്ങൂല, വെള്ളമാണ് പടച്ചോൻ ഇറക്കണത്. ആ വെള്ളം കൊണ്ട് നിങ്ങൾ കൃഷി ചെയ്തിട്ട് വേണം വിഭവങ്ങൾ കണ്ടെത്താൻ. ഇനി ഇവിടെ കാണരുതെന്ന് പറഞ്ഞ് ഓടിച്ചതാണ്. ഇനി നിങ്ങളിവിടെ ഈ അവസ്ഥയിൽ നിങ്ങളെ ഇനിയോടെ കാണാൻ ഇടവരരുത് എന്ന് പറഞ്ഞ് അവരെ ശാസിച്ച് പള്ളിയിൽ നിന്ന് വിട്ടു എന്നാണ്. അപ്പം അങ്ങനെ ഒരു തവക്കുലില്ല. എന്ത്? പടച്ചോൻ തരും എന്ന് പറഞ്ഞൊരു തവക്കുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നില്ല. തവക്കുലുണ്ട് ഇസ്ലാമിൽ, പക്ഷേ ആ തവക്കുൽ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തതിന് ശേഷമാണ്. ഒന്നും പഠിക്കാത്തൊരുള്ള പടച്ചോനെ എനിക്ക് ഫുൾ A+ തരണമെന്ന് പറഞ്ഞാൽ അതിലർത്ഥമില്ലല്ലോ ആ പ്രാർത്ഥനയിൽ. അതുപോലെ ഒന്നും അധ്വാനിക്കാതെ മെനക്കെടാതെ ഖുർആൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഭൂമിയിൽ വ്യാപരിക്കാതെ ഫൻതശിറു ഫിൽ അർദ് എന്ന ആഹ്വാനം കേൾക്കാതെ, ഇവിടെ നിങ്ങൾ ക്ലേശിക്കേണ്ട ഇടമാണ്, അധ്വാനിക്കേണ്ട സ്ഥലമാണ് ഭൂമി എന്ന ഖുർആനിൻ്റെ കൽപ്പനയെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പടച്ചവൻ തിന്നാൻ തരും എന്ന് പറഞ്ഞിരിക്കുന്നത് മൗഢ്യമാണ്. അത് നിങ്ങൾ പട്ടിണിയിലേക്ക് പോകുന്നതും നിങ്ങളുടെ കുടുംബത്തെ പട്ടിണിയിലാക്കുന്നതുമാണ് അത്തരം തീരുമാനങ്ങളും തവക്കുലും എന്ന് പഠിപ്പിക്കുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ഈ ഉപദേശത്തിലൂടെ, ശാസനയിലൂടെ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ബഅസല്ലാഹു നബിയ്യൻ ഇല്ലാ റഅൽ ഗനം. സ്വഹാബികളോട് സംസാരിക്കുകയാണ്. അള്ളാഹു എവിടെയെങ്കിലും ഏതെങ്കിലും നാട്ടിൽ ഒരു പ്രവാചകനെ അയച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വം കിട്ടുന്നതിന് മുൻപ് അദ്ദേഹം ആടിനെ മേയ്ക്കുന്ന ജോലി ചെയ്തിട്ടുണ്ടാകും. കാരണം എന്താണ്? തൻ്റെ പുതിയ അനുയായികളെ, സമൂഹത്തെ നയിക്കാനുള്ള ശേഷി ഉണ്ടാകുവാൻ, മാനസികമായ കരുത്തുണ്ടാകാൻ, ക്ഷമ കൈവരാൻ അള്ളാഹു അവരെ പരിശീലിപ്പിക്കുന്നതാണ്. അവർ ആടിനെ മേയ്ക്കുന്നത് അതൊരു തൊഴിലാണ്. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, അപ്പം നബിയെ താങ്കളോ? അങ്ങയോ? നബി പറഞ്ഞു, ഫഖാല നഅം കുൻതു അർആഹ അലാ ഖറാറീദ്. കേവലം നാണയങ്ങൾക്ക് വേണ്ടി പോലും, രൂപയല്ല, അതിൻ്റെ താഴെ നമുക്കുണ്ടല്ലോ പൈസ എന്ന് പറയുന്നത്, അതിനു വേണ്ടി പോലും ഞാൻ ആടുകളെ മേയിച്ചിട്ടുണ്ട്. ലിഅഹ്ലി മക്ക, മക്കക്കാർക്ക് വേണ്ടിയിട്ട്, അഥവാ മക്കയിലെ ആളുകളുടെ ആട്ടിൻ പറ്റങ്ങളെ നാണയത്തുട്ടുകൾ പ്രതിഫലമായി മോഹിച്ചിട്ട് പോലും ഞാൻ അവയെ മേയിച്ചിട്ടുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നബി കച്ചവടക്കാരനാണ്, നമുക്കറിയാം. കച്ചവടം ചെയ്തിട്ടുണ്ട്. ആ കച്ചവടത്തിലെ സത്യസന്ധത, അധ്വാനിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സ്, ഇതൊക്കെ കണ്ടിട്ടാണ് അദ്ദേഹത്തിന് ആദ്യത്തെ വിവാഹാന്വേഷണം വരുന്നത്. ഖദീജ റളിയല്ലാഹു അൻഹ, എന്നെ വിവാഹം കഴിക്കാമോ എന്ന് പ്രവാചകനോട് അന്വേഷിച്ചത്, അല്ലെങ്കിൽ പ്രവാചകൻ്റെ കാരണവന്മാരെ ഇവിടെ അന്വേഷിച്ചത്. അപ്പോൾ അദ്ദേഹം കച്ചവടം ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രവാചകത്വം കിട്ടുന്നതിന് മുൻപ് ധാരാളം അധ്വാനിക്കുമായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ തൊഴിൽ മേഖല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖ്യ മേഖല ദഅവത്തായി മാറി. ഇങ്ങനെ മുഴുവൻ പ്രവാചകന്മാർ നമുക്കറിയാമല്ലോ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു രക്ഷപ്പെടുത്തിയത് കപ്പലിലാണ്. കപ്പലിലുണ്ടാക്കാൻ അള്ളാഹു പറഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു നജ്ജാറായിരുന്നു, മരപ്പണിക്കാരനായിരുന്നാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ മരങ്ങൾ കൂട്ടിയിട്ട് ആ സാധനം ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. കപ്പൽ പരിചയമില്ലായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് മരപ്പണി അറിയാമായിരുന്നാണ്. മരപ്പണി ചെയ്ത് ജീവിച്ചിരുന്നയാളാണ്, നജ്ജാറായിരുന്നു എന്ന്. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം ഇരുമ്പ് കൊണ്ട് പടച്ചട്ട പണിഞ്ഞിരുന്ന ഒരാളാണ്. എന്നിട്ടത് വിറ്റ് കാശുണ്ടാക്കുമായിരുന്നു. അദ്ദേഹം ഇരുമ്പ് പണിക്കാരനായിരുന്നു. നമ്മൾ പല പ്രസംഗങ്ങളിലും കേൾക്കുന്ന, പല കിതാബുകളും എഴുതിയെന്ന് നമ്മൾ വാഴ്ത്തുന്ന നമ്മുടെ മുൻഗാമികളായ പ്രവാചകൻ്റെ സഹാബത്തിന് ശേഷം ജീവിച്ച പ്രഗത്ഭരായ പല പണ്ഡിതന്മാരും ഒന്നുകിൽ കച്ചവടക്കാരായിരുന്നു, അതല്ലെങ്കിൽ സ്വർണ്ണപ്പണിക്കാരായിരുന്നു. അവരുടെ പേരിനോട് ചേർത്ത് കാണാം. അവരുടെ പേരിനോട് ചേർത്ത് തന്നെ ഉള്ള വാക്കുകളുണ്ടല്ലോ, അതവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട വാക്കാണ്. പട്ടുവസ്ത്രങ്ങൾ ഉണ്ടാക്കിയിരുന്ന ആളുകൾ, വസ്ത്രം നെയ്തിരുന്ന ആളുകൾ,
അവരുടെ തൊഴിലിന് അറിയപ്പെട്ടിരുന്ന ആളുകൾ. അതിൻ്റെ മുഖ്യധാരയിലുള്ള ആളുകളാണ് പ്രവാചകന്മാർ. അനിഅമൽ സാബിഗാത്തിൻ വഖദ്ദിർ ഫി സർദ്, താങ്കൾ അളന്നു മുറിക്കുക, സാബിഗാത്ത് ഉണ്ടാക്കുക എന്നൊക്കെ ഖുർആൻ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് കൽപ്പന കൊടുത്തതായി നമുക്ക് ഖുർആനിൽ വായിക്കാൻ സാധിക്കും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും നല്ല ഭക്ഷണം കഴിച്ചത് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ചക്രവർത്തിയായിരുന്നു. എന്നിട്ട് പോലും അദ്ദേഹം സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് കിട്ടുന്ന പണം കൊണ്ടാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചത്. ബി അമലിയദിഹി ബി അറഖി ജബീനിഹി എന്നൊക്കെ ഹദീസ് പരിചയപ്പെടുത്തുന്നുണ്ട്. തൻ്റെ നെറ്റിയിലെ വിയർപ്പ് തൊള്ളി കൊണ്ടാണ് അദ്ദേഹം അന്നം കഴിച്ചത്, തൻ്റെ കുടുംബത്തെ പുലർത്തിയത്. അതുകൊണ്ട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചത് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണെന്ന് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അപ്പോൾ നമ്മളും അങ്ങനെ ആകാം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നവർ നമ്മളായി മാറും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഈ സ്വതക്കയെ പരിചയപ്പെടുത്തുന്നിടത്ത് അവിടെ ദീനാറുൻ അൻഫഖ്തഹു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നീ ചെലവഴിക്കുന്നൊരു ദീനാർ, ഒരു സ്വർണ്ണ നാണയം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ഒരു 100 രൂപ. വ ദീനാറുൻ അൻഫഖ്തഹു ഫീ റഖബ, ഒരടിമയെ മോചിപ്പിക്കാൻ വേണ്ടി ഷെയർ ഇടുകയാണ്, പിരിവ് നടക്കുകയാണ്. അപ്പോൾ ഒരു 100 രൂപ നീ അവിടെയും കൊടുത്തു. വദീനാറുൻ തസദ്ദഖ്ത അലാ മിസ്കീൻ, അല്ലെങ്കിൽ ഒരു മിസ്കീൻ വന്നിട്ടുണ്ട് പള്ളിയിൽ, വീട്ടിൽ, അല്ലെങ്കിൽ നമ്മുടെ പരിസരങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ സംഘടനയിൽ ഇങ്ങനെ ഒരാളെ സഹായിക്കേണ്ടതുണ്ട്, കഴിയുന്നത്ര സംഭാവന ചെയ്യണം, അവിടെയും കൊടുത്തൊരു 100 രൂപ. വദീനാറുൻ അൻഫഖ്തഹു അലാ അഹ്ലിക്, നിൻ്റെ കുടുംബത്തിന് വേണ്ടി നീ ഒരു 100 രൂപ ചെലവഴിച്ചു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, അഅ്ലമുഹ അജ്റൻ അല്ലദീ അൻഫഖ്തഹു അലാ അഹ്ലിക്, ഇതിലേറ്റവും വലിയ കൂലി കിട്ടുന്നത് ഏതിനാണെന്നറിയാമോ? യുദ്ധരംഗത്ത് ചെലവഴിച്ചതിനോ, മിസ്കീനിന് ചെലവഴിച്ചതിനോ, അതല്ലെങ്കിൽ അടിമമോചനത്തിന് ചെലവഴിച്ചതിനോ ഒന്നിനുമല്ല. ദീനാറുൻ അൻഫഖ്തഹു അലാ അഹ്ലിക്, നിൻ്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ച ആ 100 രൂപയുണ്ടല്ലോ, അതിനാണ് ഏറ്റവും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മൂല്യം. അഅ്ലമുഹ അജ്റൻ, ഏറ്റവും മഹത്തായ പ്രതിഫലമുള്ളത് അതിനാണ്. അപ്പം എന്താണ് നമ്മൾ ഓടി നടക്കുന്നത്, നമ്മൾ സമ്പാദിക്കുന്നത്, ഒരുപക്ഷെ കുടുംബത്തെ വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകുന്നത്, എന്നിട്ട് വർഷങ്ങൾക്കിപ്പുറം വരിക. ഇതിൻ്റെയൊക്കെ പിന്നിലൊരു ലക്ഷ്യം എന്താണ്? കുടുംബത്തെ പോറ്റണം. അത് വെറുതെ അല്ല കേട്ടോ, അത് പാഴല്ല. അതാണ് അങ്ങനെ ചെലവഴിക്കുന്ന ആ പണമുണ്ടല്ലോ, അതിനാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂലി കിട്ടുന്നത്. സ്വതക്കയെ പരിചയപ്പെടുത്തുന്നിടത്ത് കാണാമല്ലോ നമുക്ക്, വലുഖുമത്തിൻ തജ്അലുഹാ ഫീ ഇംറഅതിക സ്വദഖത്തുൻ. ഒരാൾ പണിക്ക് പോയി, ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാകാം, കൂലിപ്പണിക്കാരനാകാം, ലോഡിങ്ങുകാരനാകാം, അല്ലേ? സാധാരണ നിലയിൽ കൂലി കുറഞ്ഞ ആളുകളിൽ ഒരാൾ, ഒന്നും കിട്ടിയില്ല, ഒരു 50 രൂപയാണ് കിട്ടിയത്. ഭാര്യയെ ബുദ്ധിമുട്ടിക്കണ്ട, തിരിച്ചു വരുമ്പോൾ 2 ദോശ മേടിച്ചു വന്നു. അതിനൊന്നും പ്രോത്സാഹിപ്പിക്കല്ല കേട്ടാ, ആകെ ഇതേ കിട്ടിയോളൂ, ഇനി ഇത് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിയിട്ട് ഭാര്യയെ ബുദ്ധിമുട്ടിച്ച് ഉണ്ടാക്കിക്കണ്ട. 2 കൂടി കഴിക്കുകയാണ്. ആ കഴിക്കുന്നത് എന്താണ്? കഴിക്കുന്നതിനിടയിൽ നീ ഒരു ഉരുള നിൻ്റെ ഭാര്യയുടെ വായിൽ വെച്ച് കൊടുക്കുന്നത് എന്താണ്? അതിന് അള്ളാഹിൻ്റെ റസൂൽ കൊടുത്ത പേര് നമ്മൾ ഏറെ ശ്രേഷ്ഠമെന്ന് കരുതുന്ന, അല്ലെങ്കിൽ അങ്ങനെ ശ്രേഷ്ഠമെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളൊരു വാക്കുണ്ട്, സ്വതക്ക. ദീൻ ഏറെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് ആ സ്വതക്ക എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്. പ്രവാചകൻ ആ പേരാ വിളിച്ചത്. എന്ത്? വലുഖുമത്തിൻ തജ്അലുഹാ ഫീ ഇംറഅതിക്, സ്നേഹപൂർവം നീ നിൻ്റെ ഭാര്യയുടെ വായിൽ വെച്ച് കൊടുക്കുന്ന ഒരു ഉരുള ചോറിന് പോലും ഇസ്ലാം ദീൻ കൊടുത്ത പേര് സ്വതക്ക എന്നാകുന്നു. അപ്പോൾ അതിൻ്റെ മഹത്വം എത്രയുണ്ട്? നമ്മുടെ അധ്വാനം അതൊന്നും വെറുതെ പാഴല്ല. അതൊക്കെ ഈ നെയ്യത്തിലാണെങ്കിൽ, അള്ളാഹുവിൻ്റെ കയ്യിൽ നിന്ന് കൂലി കിട്ടുക എന്ന നെയ്യത്തിലാണെങ്കിൽ തീർച്ചയായും പ്രതിഫലാർഹമായ സംഗതി തന്നെയാണ്. സഹോദരങ്ങൾ, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ചില ജോലികൾ ചില ആളുകളുടെ കണ്ണിൽ വളരെ താഴ്ന്നതാണ്. ആ ജോലിക്ക് വെറുതെ ഇരുന്നാലും വേണ്ടില്ല, ആ ജോലിക്ക് ഞാൻ പോവില്ല എന്ന് പറയും. പിന്നെ വെറുതെ ഇരുന്ന് ആര് തിന്നാൻ കൊടുക്കും? ആരാ നമുക്ക് അന്നം കൊണ്ടുവന്ന് തരിക? ആരാ നമുക്ക് ചെലവിന് തരിക? അതൊന്നും ആലോചിക്കാതെയാണ് ചില ജോലികളുടെ കാര്യത്തിൽ ആളുകൾ തീരുമാനം എടുക്കുന്നത്.
അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതില്ല അൻ യഹ്തതിബ അഹദുക്കും ഹിസ്മതൻ അലാ ളഹ്രിഹി ഖൈറുൻ ലഹു മിൻ അൻ യസ്അല അഹദൻ ഫയുഅതിയഹു അw യംനഅഹു. നീ നിന്റെ മുതുകിൽ ഒരു കെട്ട് വിറക് ചുമക്കുന്നതാണ് ഖൈർ, ഉത്തമം. ഏതിനേക്കാൾ മിൻ അൻ തസ്അല അഹദൻ, ഒരാളോട് അത് ഇന്ന് കുറച്ച് ദിവസമായി പണിയുണ്ടായിട്ട് വീട്ടിൽ അരി വാങ്ങാനാണ് എന്ന് പറഞ്ഞ് ഒരാളുടെ മുമ്പിൽ നീ യാചിക്കുന്നതിനേക്കാൾ, അതിന് യാചന എന്നല്ല പറയുക, അല്ലെങ്കിൽ കടത്തിന് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് മുതുകിൽ ഒരു കെട്ട് വിറക് ചുമക്കുന്നതാണ് എന്നാണ്. അപ്പോൾ അധ്വാനം എന്നത് ഇസ്ലാമിൻ്റെ കണ്ണിൽ ഏറ്റവും മഹത്തരമാണ്. അതിന് ഇസ്ലാം എത്രയേറെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഈ യാചന പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടിയാൽ തരക്കേടില്ല എന്ന് പറഞ്ഞ് പ്രവാചകനെ സമീപിച്ച ഒരു മനുഷ്യനോട്, സഹാബിയാണല്ലോ അദ്ദേഹത്തോട് ചോദിച്ചത് എന്തുണ്ട് വീട്ടിൽ നിന്നാണ്. ഒരു പുതപ്പുണ്ട്, ചിലപ്പോൾ ഞാനത് വിരിക്കും അല്ലെങ്കിൽ ഞാനത് പുതക്കും, അത് കൊണ്ടുവരാൻ പറഞ്ഞു. അതിനെ കൊണ്ടുവന്നു. അപ്പോൾ പ്രവാചകൻ ചോദിച്ചു ഇത് ആരെങ്കിലും വിലക്കെടുക്കുമെന്ന് ചോദിച്ചു. ഒരു സഹാബി പറഞ്ഞു ഞാൻ 1 ദീനാറിന് എടുത്തോളാം. മറ്റൊരാൾ പറഞ്ഞു ഞാൻ 2 ദീനാറിന് എടുത്തോളാം. 2 പറഞ്ഞ ആൾക്ക് വിറ്റു. എന്നിട്ടൊരു കോടാലിയുടെ കൈ ഇത് വാങ്ങി, ആ മൂർച്ചയുള്ള ഭാഗം. എന്നിട്ട് പ്രവാചകൻ തന്നെ അതിന് പിടിയിട്ട് കൊടുത്തു. 10 ദിവസത്തേക്ക് ഇവിടെ കാണരുതെന്ന് പറഞ്ഞു. എവിടെയെങ്കിലും പോയി വിറക് വെട്ടി വരാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തനിക്ക് നേരത്തെ കിട്ടിയ ആ വിരിപ്പിൻ്റെ മൂല്യം ഉണ്ടല്ലോ, അതിനേക്കാൾ 5-6 ഇരട്ടിയുള്ളൊരു തുക അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്നാണ്. ഇതാ ദീൻ പഠിപ്പിക്കുന്നത്. വെറുതെ ഇരിക്കാനല്ല, നല്ല തൊഴിൽ വരുന്നവരെ, വൈറ്റ് കോളർ ജോബ് വരുന്നവരെ കാത്തിരിക്കാനല്ല, പിന്നെയോ ഏതെങ്കിലും വഴിക്ക് ഹലാലായ മാർഗത്തിൽ സമ്പാദിക്കാൻ, ആ വഴിയിൽ പ്രയത്നിക്കാനാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. ഹലാലായ മാർഗം കേട്ടോ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെക്കുറിച്ച് മദിയനിൽ അദ്ദേഹം എത്തിയപ്പോൾ ഷുഐബ് നബിയുടെ മകൾ പറയുന്നുണ്ട് ഇന്ന ഖൈറ മൻ ഇസ്തഅജർതൽ ഖവിയുൽ അമീൻ. പാപ്പാ, ഈ മനുഷ്യനെ നമുക്ക് കൂലിക്ക് നിർത്താം. മകളെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വെച്ച വ്യവസ്ഥ എന്താണ്? നീ 8 കൊല്ലമോ 10 കൊല്ലമോ എൻ്റെ ആടുകളെ മേയിച്ചാൽ നിനക്കതിൻ്റെ പ്രതിഫലം അത് മഹറായി നിശ്ചയിച്ച് എൻ്റെ മക്കളിൽ ഒരാളെ നിനക്ക് കല്യാണം കഴിച്ചു തരാമെന്നാണ്. അങ്ങനെ 8-10 കൊല്ലം അദ്ദേഹം ആടിനെ മേയിച്ചിട്ടാണ് അദ്ദേഹം വിവാഹിതനാകുന്നത്, അത് മഹറായി നിശ്ചയിച്ചിട്ട്. അതിനൊരു ലജ്ജയും അദ്ദേഹത്തിന് തോന്നിയില്ല. ഞാനൊരു സംഭവമാണെന്ന് അദ്ദേഹം വിചാരിച്ചില്ല. അതിൽ മുമ്പോ ശേഷമോ എനിക്കങ്ങനെ ഒരു ജോലി ചെയ്യേണ്ടി വന്നൊരു പ്രയാസം അദ്ദേഹം രേഖപ്പെടുത്തിയില്ല. അതൊരു മഹത്വമായി കാണുകയാണ്. അൻ തഅജുറനി സമാനിയ ഹിജജ് ഫൈൻ അത്മംത അശ്റൻ ഫമിൻ ഇൻദിക്. ഖുർആൻ വളരെ കൃത്യമായി പറയാണ് എല്ലാ പ്രവാചകന്മാരെ കുറിച്ചും. അധ്വാനിക്കാൻ ഉള്ളവരായിരുന്നില്ല ആരും. അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ആ മര്യാദകളെ പാലിക്കാൻ നമ്മൾ തൊഴിലുടമയാണെങ്കിൽ തൊഴിലുടമയോട് ഇസ്ലാമിന് പറയാനുണ്ട്. നമ്മുടെ കീഴിൽ ചിലപ്പോൾ ജോലിക്കാരുണ്ടാകും, അവരെ കഷ്ടപ്പെടുത്തരുത്. അല്ല, ഇപ്പോൾ ലോകം അങ്ങനെയാണ്. ചില ആളുകൾ ജോലി രാജിവെച്ച് പോകുന്നത് അതുകൊണ്ടാണ്. എന്താണ്? ഇവരെ പരമാവധി പിഴിയാൻ വേണ്ടി മാനേജർമാരെന്ന് പറഞ്ഞൊരു കൂട്ടർ നിർത്തിയിട്ടുണ്ടാവും. അവർ ആഘോഷ ദിവസങ്ങളിൽ പോലും മുസ്ലിങ്ങളോട് പറയും പെരുന്നാളിന് മരണം കെട്ടാൻ പറ്റുമെങ്കിലെന്ന്, ഹൈന്ദവരോട് പറയും പറ്റുമെങ്കിൽ തിരുവോണത്തിന് വരണമെന്ന്. എന്താണ്? പരമാവധി അവർ പിഴിഞ്ഞാന്നുള്ളതാണ്. പ്രൈവറ്റ് ജോബൊക്കെ അങ്ങനെയാണെന്നാണ്. തൻ്റെ കീഴിലുള്ള ജോലിക്കാരോട് അനുഭാവപൂർവ്വം ഗുണകാംക്ഷയോടുകൂടി പെരുമാറുക എന്നതൊരു തൊഴിലുടമയുടെ ബാധ്യതയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടിട്ടുള്ള മെയ്ദിനായിരുന്നല്ലോ, എല്ലാവരുടെയും വാട്സപ്പിൽ വന്നിട്ടുണ്ടാകും. തൊഴിലെടുത്തവൻ്റെ വിയർപ്പുണങ്ങുന്നതിന് മുൻപ് അവന് കൂലി കൊടുക്കണമെന്ന് പറഞ്ഞ പ്രവാചകനേക്കാൾ വലിയ മഹത് വർത്തമാനം പറഞ്ഞ വേറെ ആരുമില്ല. അല്ലെ, അതിനേക്കാൾ ശ്രേഷ്ഠമായ വർത്തമാനം പറഞ്ഞ വേറെ ആരാണുള്ളത്? ഒരാളെ നമ്മൾ കൂലിക്ക് വിളിച്ചാൽ അയാളുടെ വിയർപ്പ് പറ്റുന്നതിന് മുൻപായി നാളെ വാട്ടാ, ഇന്ന് മുതലാളിയില്ല, ഇന്ന് ഭർത്താവില്ല, ഇന്ന് വീട്ടിലെ ആളില്ല, അയാളങ്ങനെ ഒരാഴ്ചയും 2 ആഴ്ച നടത്തിക്കരുത്, ചൂഷണം ചെയ്യരുത്, ഇതിനൊക്കെ പടച്ചതിന് മുമ്പിൽ നാളെ സമാധാനം പറയേണ്ടി വരും. കച്ചവടക്കാരനോട് വളരെ കൃത്യമായി, ഏറ്റവും കൂടുതൽ കച്ചവടക്കാരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്, മുസ്ലിം ഉമ്മത്തിലുള്ളത്. കൃത്യമായ വർത്തമാനങ്ങൾ വിശുദ്ധ ഖുർആനും അള്ളാഹുവിൻ്റെ പ്രവാചകനും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരു സമുദായത്തെ അങ്ങനെ തന്നെ നശിപ്പിച്ചു കളഞ്ഞ അതുകൊണ്ടാണെന്നാണ് എന്ത്? കച്ചവടത്തിൽ കാണിച്ച കൃത്രിമം. സൂറത്തുർ റഹ്മാനിൽ 3 ആയത്തുകളുണ്ട്. വൽ അർദ വദഅഹ ലിൽ അനാം, അതിന് മുൻപ് വവദഅൽ മീസാൻ അല്ലാ തതഗൗ ഫിൽ മീസാൻ, അള്ളാഹു ഒരു മീസാൻ വെച്ചിട്ടുണ്ട്, ഒരു തുലാസ് സ്ഥാപിച്ചിട്ടുണ്ട് ഈ പ്രപഞ്ചത്തിൽ തന്നെ. അല്ലാ തതഗൗ ഫിൽ മീസാൻ, ആ മീസാനിൽ നിങ്ങൾ അതിര് കടന്ന് പ്രവർത്തിക്കരുത്. കച്ചവടം ചെയ്യുമ്പോഴേ അതിൽ കൃത്രിമം കാണിക്കരുത്. വലാ തബഖസുന്നാസ അഷിയാഅഹും, ജനങ്ങൾക്ക്
നിങ്ങൾ അളന്നു കൊടുക്കുന്നതും തൂക്കിക്കൊടുക്കുന്നതും കുറവ് വരുത്താതെ കൊടുക്കണമെന്നത് നിങ്ങളുടെ ബാധ്യതയാണ്. ഒരു സൂറത്ത് തന്നെ തുടങ്ങണം അങ്ങനെയാണ്. വൈലുൽ ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ അലാ യظن ഉലൈക അന്നഹും മബ്ഊസൂന ലിയൗമിൻ അദീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. കച്ചവടക്കാരെ കുറിച്ചായി പറഞ്ഞത് മുഴുവനും 5-6 ആയത്തുകൾ. വൈലുൽ ലിൽ മുത്തഫിഫീൻ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് നാശമെന്നാണ്. അല്ലദീന ഇദക്താലു അലന്നാസ്, ജനങ്ങൾക്ക് അളന്നോ ഔ വസനൂഹും തൂക്കിയോ കൊടുക്കുമ്പോൾ യുഖ്സിറൂൻ, കുറവ് വരുത്തുന്നതാണ്. കുറവ് കാണിക്കുക, അത് ഏതെല്ലാം മേഖലയിലുണ്ടോ അതൊക്കെ ഇതിൽ വരും. അലാ യظن ഉലൈക അന്നഹും മബ്ഊസൂന ലിയൗമിൻ അദീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. അല്ലാഹുവിൻ്റെ മുമ്പിൽ 2 കൈയും കെട്ടി നിന്ന് ഉത്തരം പറയേണ്ട ഒരു ദിവസമുണ്ട് എന്നവർക്ക് ഓർമ്മയില്ലേ? ഇനിയും അവർക്ക് ആ ബേജാറില്ലേ മനസ്സിൽ എന്ന് ചോദിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. ഷുഐബ് നബിയുടെ കാലത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഷുഐബ് നബിയുടെ കാലത്താണ് ഇതിൽ വലിയ കൃത്രിമമൊക്കെ നടന്നത്. അദ്ദേഹം ജനങ്ങളെ ഉപദേശിച്ചുകൊണ്ടേയിരുന്നു. തിരിച്ചവർ ചോദിച്ചത്, നീ ഇടക്കിടക്ക് നിസ്കരിക്കാനാണല്ല, ഈ നിസ്കാരമാണോ നിന്നെക്കൊണ്ട് ഇതൊക്കെ പറയിക്കുന്നത്? എന്ത് ഞങ്ങളുടെ ഇടപാടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, നീ അതിലെന്തിന് ഇടപെടണം എന്ന് ഷുഐബ് നബിയെ അങ്ങോട്ട് തിരുത്താൻ ശ്രമിച്ചു. അദ്ദേഹം അള്ളാഹുവിൻ്റെ വചനങ്ങൾ കൊണ്ട് അവരെ നേരെയാക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ അള്ളാഹു ഒരു 7 ദിവസത്തെ പരീക്ഷണത്തിന് വിധേയരാക്കി. കൊടും ചൂടാണ്, വെള്ളം കുടിച്ചിട്ട് ദാഹം മാറണില്ല, പൊള്ളണ ചൂട്. അങ്ങനെ 7 നാൾ കഴിഞ്ഞപ്പോൾ ഒരു കാർമേഘം പ്രത്യക്ഷപ്പെട്ടു. അവർക്ക് വലിയ ആശ്വാസമായി. അവരപ്പോഴും ആ തെറ്റിൽ നിന്ന് വിരമിച്ചിട്ടില്ല. ഷുഐബ് നബി അവരോട് അതുവരെ പറഞ്ഞ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത് എന്ന ആ ഉപദേശം അവർ ഉൾക്കൊണ്ടിട്ടില്ല. അവരത് തന്നെ തുടരുകയാണ്. കച്ചവടക്കാരാണ് അധിക ആളുകൾ നമ്മുടെ സമുദായത്തിലേതുപോലെ. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ചരിത്രം. ഖുർആൻ 1-2 സ്ഥലത്തല്ല, ഒരുപാട് ഇടങ്ങളിൽ പറഞ്ഞതാണ് ഷുഐബ് നബിയുടെ ചരിത്രം, അല്ലെങ്കിൽ ആ സമുദായത്തിൻ്റെ ചരിത്രം. എന്നിട്ട് ഫാഖദഹും അദാബു യൗമിൽ ഗുല്ല, യൗമുൽ ഗുല്ലത്തിൻ്റെ ആ തണലിൻ്റെ ദിവസം, കാർമേഘം അവർക്ക് തണലിട്ടപ്പോൾ എല്ലാവരും അതിൻ്റെ ചോട്ടിൽ വന്നു നിന്നു. അവർക്ക് തണുപ്പ് കിട്ടി. കുറച്ച് കഴിഞ്ഞാൽ മഴ വരുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ വന്നത് മഴയല്ല, അഗ്നിവർഷമായിരുന്നു, തീമഴ പെയ്തുന്നാണ് ഖുർആൻ പറയാണ്. അവരെ ഫാഖദഹും അദാബു യൗമിൽ ഗുല്ല, ഗുല്ലത്തിൻ്റെ ശിക്ഷ അവരെ പിടികൂടി. എല്ലാവരും വെന്ത് കരിഞ്ഞുപോയി എന്നാണ്. വെന്ത് കരിഞ്ഞുപോയി. എന്താ അവർ ചെയ്തത്? നമ്മൾ നിസാരമെന്ന് വിചാരിക്കുന്ന നമ്മുടെ ഇടപാടിൽ എന്തിനാ ആളുകൾ ഇതിൽ ഇടപെടുന്നത്? ഞാൻ 10 കാശുണ്ടാക്കട്ടെ, കൂടിയ 60 വയസ്സ് വരെയൊക്കെയല്ലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലിരിക്കണ്ട, അപ്പോഴൊക്കെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും വേണ്ട, ബാങ്ക് ബാലൻസൊക്കെ ഇരുന്ന് തിന്നാൻ എന്ന് വിചാരിച്ച് നമുക്ക് തോന്നും പോലെ എന്തെങ്കിലും ചെയ്യാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഖുർആൻ പലയിടങ്ങളിൽ, സൂറത്തുർ റഹ്മാനിൽ, മറ്റ് പലയിടങ്ങളിൽ, സൂറത്തുൽ മുത്തഫിഫീനിൽ, ഇനിയും പല സ്ഥലങ്ങളിലും വളരെ ശാസനാപൂർവം പറഞ്ഞ വലിയ താക്കീതോടുകൂടി സംസാരിച്ച വിഷയമാണ് കച്ചവടക്കാരോട് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാതിരിക്കുക എന്നത്. ഫലാ തുഖ്സിറുൻ നാസ അഷിയാഅഹും, ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ അതിൽ കൃത്രിമം കാണിക്കരുത്, കുറവ് വരുത്തരുത്, ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ശ്രദ്ധാപൂർവം ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. ദാരിദ്ര്യം ഉണ്ടാവുന്നല്ല പറഞ്ഞത്, മറിച്ച് നിങ്ങളുടെ ജീവൻ തന്നെ നിങ്ങൾക്ക് നഷ്ടമാകും. അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യുന്നതാണ്. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക, അതപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ മൊത്തത്തിൽ അങ്ങനെയാണല്ലോ. പത്രമെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്യസമുദായക്കാരെ കുറ്റം പറയാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ ആളുകൾ ഓരോ ദിവസവും പ്രത്യക്ഷപ്പെടുകയാണ്. മുഹമ്മദും ഷബീബും അല്ലാത്തവരും ഒക്കെ എന്താണ്, മയക്കുമരുന്ന് കേസിലാണ് പിടിക്കപ്പെടുന്നത്. അവരിൽ ചിലർ ഉപയോഗിക്കുന്നവരല്ല, പിന്നെന്താ, ധനമോഹമാണ് അവരെ കൊണ്ട് ജയിക്കുന്നത്. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക, ഹലാലായ ധാരാളം ഇടപാടുകൾ, ശരീരം കൊണ്ട് അധ്വാനിക്കാനേ, വിയർപ്പൊഴുക്കി അധ്വാനിക്കാൻ മനസ്സില്ലാത്ത, എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യുന്ന പണിയാണ് ഇത്തരം ഏർപ്പാടുകൾ. മനുഷ്യരുടെ അല്ലെങ്കിൽ തലമുറകളുടെ തന്നെ സ്വൈര്യം കെടുത്തുന്ന, അല്ലെങ്കിൽ അവരെ നശിപ്പിക്കുന്ന, തലമുറകളെ നശിപ്പിക്കുന്ന, ഈ ദുനിയാവിനെ തന്നെ നശിപ്പിച്ച് കളയുന്ന വിധത്തിൽ മനുഷ്യരുടെ ശേഷിയെ ഇല്ലാതാക്കുന്ന, അവരുടെ ബൗദ്ധികം, ബുദ്ധിപരവും ശാരീരികവുമായ ശേഷിയെ ഇല്ലാതാക്കി അവരെ തളർത്തിക്കളയുന്ന ഇത്തരം വസ്തുക്കളെ ഉപയോഗിക്കുക, അതല്ലെങ്കിൽ അതിനെ വിൽപ്പന നടത്തുക. ഇത് ധനമോഹം കൊണ്ടാണ്. നേരത്തെ പറഞ്ഞത് ധനമോഹം കൊണ്ട് ഇത്തരം വസ്തുക്കൾ വിൽക്കുന്നവരെ കുറിച്ചല്ല,
മനുഷ്യർക്ക് ആരോഗ്യമുണ്ടാക്കുന്ന വസ്തുക്കൾ തന്നെ, ഭക്ഷണ പദാർത്ഥങ്ങൾ തന്നെ വിൽക്കുമ്പോൾ അതിൽ കൃത്രിമം കാണിക്കുന്ന ആളുകൾക്ക് പടച്ചോൻ കൊടുത്ത ശിക്ഷയാണ് നേരത്തെ പറഞ്ഞത് ശുഐബ് നബിയുടെ ചരിത്രത്തിൽ. അപ്പോൾ ഇത്തരക്കാരുടെ അവസ്ഥ എന്തായിരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്ത് ചെയ്യണമെന്ന് ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അതിൽ ഒതുങ്ങി നിന്ന് നമ്മൾ ചെയ്യാവൂ. വജഅൽനാലക്കും ഫീഹാ മആയിഷ്, മഈശത്തിനുള്ള അവസരം എമ്പാടുണ്ട്, കണ്ടെത്തിയാൽ മാത്രം മതി. നോക്കുമ്പോൾ ഇത് നല്ല പണിയാണ്, 10 മിനിറ്റത്തെ പണിയുള്ളൂ, 1 മണിക്കൂറത്തെ പണിയുള്ളൂ എന്ന് പറഞ്ഞ് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിലേക്കായിരിക്കും. ഇത് പച്ചയായ അനുഭവമാണ്, അത് കൂടി വരികയാണ്. നമ്മുടെ സമുദായക്കാർ അതിൽ പോയി പെടുക എന്നത്, അതിൽ പരം അപഹാസ്യം എന്ന് വേറെന്താ ഉള്ളത്? എത്ര കൃത്യമായ നിർദ്ദേശങ്ങളാണ്, ശാസനകളാണ്, കൽപ്പനകളാണ് ഈ ദീനിൻ്റെ വേദത്തിലുള്ളത്, പുസ്തകത്തിലുള്ളത്, പ്രവാചകൻ്റെ വചനങ്ങളിലുള്ളത്. എന്നിട്ടും വഴിതെറ്റി പോവുക എന്നത്, എന്നിട്ടും നമ്മളുടെ ആളുകൾ പത്രക്കോളങ്ങളിൽ എണ്ണം കൂടി വരിക എന്നത് എത്ര മോശമാണ്, മ്ലേച്ഛമാണ്. മറ്റൊരു സംഗതി, പല തൊഴിലിടങ്ങളിലും സ്ത്രീകളുടെ എണ്ണം കൂടി വരുന്നു എന്നതാണ്. എല്ലാവരും ശ്രദ്ധിക്കേണ്ടാവും അത്. സ്ത്രീകളുടെ എണ്ണം, സ്ത്രീകൾ ജോലിക്ക് പോകുന്നത് ഇസ്ലാം വിലക്കണില്ല. പക്ഷെ നമ്മളിങ്ങനെ വാഹനത്തിൽ ജോലിക്ക് പോകുമ്പോൾ നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന 10 വാഹനങ്ങളിൽ 2 or 3 എങ്കിലും സ്ത്രീകളുടേതാണ്. അവരൊക്കെ തൊഴിലിന് പോവുകയാണ്. അന്ത്യനാളിലെ അടയാളങ്ങളെക്കുറിച്ച് പറഞ്ഞെടുത്ത് പ്രവാചകൻ ആ താക്കീതുകൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് വത്തഖുന്നാർ ഇത്തഖുന്നാർ വത്തഖുന്നിസാ എന്നാണ്. നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം, സ്ത്രീകളുമായി കൂടുതൽ ഇടപഴകിയിട്ട് നിങ്ങളുടെ പരലോകം നഷ്ടമാകുന്ന വിധത്തിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ്. ഇത്തഖുൻ നിസാ എന്ന് പറഞ്ഞാൽ അതാണ്. വത്തഖുന്നാറ വത്തഖുന്നിസാ, നിസായിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിസായിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കണം എന്നാണ്. ആൾ കൂടുമ്പോഴേ പല ജോലികളിലും സ്ത്രീയും പുരുഷനും ഒറ്റപ്പെട്ടിരിക്കേണ്ടി വരും. പലയിടങ്ങളിലും ഒന്നിച്ച് ടൂറ് പോവുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വരിക, അത്തരം ജോലികളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. തൊഴിലിടങ്ങളിൽ ഉള്ള സ്ത്രീകളുടെ ഇങ്ങനെ ആധിക്യം കാണുമ്പോൾ സത്യത്തിൽ ആശങ്കയുണ്ട്. അങ്ങനെയുള്ള ആളുകൾ, ആ സ്ത്രീകളാകട്ടെ അല്ലെങ്കിൽ പുരുഷന്മാരാകട്ടെ, അത്തരം ജോലികളിലേക്ക് പ്രവേശിക്കുമ്പോൾ, ജോലി തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരാതെ സൂക്ഷിക്കേണ്ടത് അവരുടെ പരലോകം നഷ്ടമാകാതിരിക്കാൻ ഏറെ കരണീയമാണ്, സാന്ദർഭികമായി ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, തൊഴിലുള്ള അവസരം അള്ളാഹു ധാരാളം ഉണ്ടാക്കിയിട്ടുണ്ട്. തൊഴിലെടുത്ത് കുടുംബം പുലർത്തുന്നതിന് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതിന് സ്വതക്ക എന്ന് പേരിട്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല, നിങ്ങൾ ചെലവഴിക്കുന്ന രൂപകളിൽ അല്ലെങ്കിൽ പണത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അതാണെന്ന് ഖുർആൻ, പ്രവാചക വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവിടെ എല്ലായിടത്തും അപകടങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. ആ അപകടങ്ങളെ ഒഴിവാക്കി അതിലുള്ള നന്മകളെ പരമാവധി സ്വാംശീകരിച്ച് അത് ദുനിയാവിലും നാളെ ആഖിറത്തിൽ നമ്മുടെ വിജയത്തിന് നിദാനമാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫയാ അയ്യുഹൽ ഇഖ്വ ഉസീകും സാനിയൻ ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി അവരെ ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ എല്ലാ പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥന. ആ പ്രാർത്ഥന ഒന്നിതാണ്: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കസലി വസൂഇൽ കിബർ. ധാരാളം വാക്കുകളുണ്ട് ആ കൂട്ടത്തിൽ. അതിലൊന്ന് ഇതാണ്: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കസൽ വസൂഇൽ കിബർ. 2 കാര്യങ്ങൾ. അള്ളാഹുവെ, അലസത, മടി, അലസതയിൽ നിന്നും മടിയിൽ നിന്ന്, അതുപോലെ തന്നെ സൂഇൽ ഖിബർ, അഹങ്കാരത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ തേടുന്നതാണ്. എല്ലാ രാവിലെയും പ്രഭാതങ്ങളിലും പ്രവാചകൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നതാണ്. അപ്പോൾ അലസത എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ശരണം തേടേണ്ട ഒരു മോശം സ്വഭാവമാണെന്നാണ്. 8 കാര്യങ്ങൾ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസൽ വൽ ജുബ്നി വൽ ബുഖൽ വദിലഇദ് ദൈൻ വഗലബത്തി റിജാൽ. 8 കാര്യങ്ങളാണ് പ്രവാചകൻ ശരണം തേടുന്ന 8 കാര്യങ്ങൾ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ, ദുഃഖം, വ്യസനം, വൽ അജ്സി വൽ കസൽ, അശക്തി, കഴിവുകേട്, ദൗർബല്യവും, അതുപോലെ കസൽ. അവിടെയും അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആവർത്തിക്കുകയാണ് കസൽ, മടി. നേരത്തെ പറഞ്ഞു
അതുകൂടാതെ അടുത്ത പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയാണ് എന്ത്? കെസൽ എന്ന് പറഞ്ഞൊരു സംഗതി. അത് നമ്മുടെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്ന സംഗതിയാണ്. നമ്മുടെ മക്കളെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാൻ വേണ്ടി അതിന് വഴിവെക്കുന്നതാണ് അല്ലേ? പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞല്ലോ, അൻ തദറ വറസതക അഗ്നിയ ഖൈറും മിൻ അൻ തദറഹും ആലത യതകഫഫൂന അന്നാസ്. ജനങ്ങളുടെ മുമ്പിൽ കൈനീട്ട നീ നിൻ്റെ മക്കളെ വിടുന്നതിനേക്കാൾ നല്ലത് അവരെ ധന്യരാക്കി വിടുന്നതാണ് എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ ഒരു സ്വഹാബിയെ കൂടുതൽ തുക വസിയത്ത്, കൂടുതൽ സമ്പത്ത് വസിയത്ത് ചെയ്യുന്നതെന്ന് പോലും തടയുന്നുണ്ട്. കൂടുതലൊന്നും വസിയത്ത് ചെയ്യേണ്ട, ധർമ്മം ചെയ്യേണ്ട, നിൻ്റെ മക്കൾ ദരിദ്രരായി പോകും. പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനയോ കെസലിൽ നിന്ന് നിങ്ങൾ ശരണം തേടണമെന്നാണ്. മടി ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ചിലരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞങ്ങളൊക്കെ പട്ടിണി കിടക്കേണ്ടി വന്നത് പലപ്പോഴും ഞങ്ങളുടെ രക്ഷിതാവ് ജോലിക്ക് പോകാൻ ഉത്സാഹമില്ലാത്ത ഒരാളായതുകൊണ്ടാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെ എത്തിക്കരുത്, ദാരിദ്ര്യം ഉണ്ടാക്കരുത്. അതിനേക്കാളും നല്ലത് ഗിനയാണ്, ഐശ്വര്യമാണ്, സമ്പന്നതയാണ്. അതിനുള്ള എല്ലാ അവസരവും പടച്ചവൻ നമുക്കിവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. ഇക്കാലത്താകട്ടെ അവസരങ്ങൾ സുലഭമാണ് താനും. നമ്മൾ തേടി പിടിക്കുകയാണ് വേണ്ടത്. തേടി പിടിക്കുമ്പോൾ ഹലാലായതിനെ തേടി പിടിക്കുക, അതിലെ ഹറാമുകളെയൊക്കെ ഒഴിവാക്കുക. അതുവഴി ഇഹത്തിലും നാളെ പരലോകത്തും ബർക്കത്തും പടച്ചവൻ്റെ പക്കൽ നിന്നുള്ള സ്വർഗമെന്ന സമ്മാനവും നേടാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ പള്ളിയോട് ഏറ്റവും അടുത്ത് ഇടപഴകി ജീവിച്ചിരുന്ന ഇവിടുത്തെ കമ്മിറ്റിയിൽ അംഗം കൂടിയ ആയ രാജാക്കുട്ടി സാഹിബ് അല്പസമയം മുമ്പ് മരണപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ആരോഗ്യമുള്ള സമയത്തൊക്കെയും ഇവിടുത്തെ ജമാഅത്തിൽ നിന്ന് അദ്ദേഹം വിട്ടു നിൽക്കുമായിരുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഒരുപക്ഷെ ഇവിടെ പലപ്പോഴും ബാങ്ക് കൊടുത്തിരുന്നു, ഇമാമത്ത് വരെ നിർവഹിച്ചിരുന്നു. അപ്പോൾ അതിനുള്ള അറിവൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ സഹോദരൻ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബറിനെ അള്ളാഹു വിശാലമാക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ പരലോകം അള്ളാഹു ധന്യമാക്കുമാറാകട്ടെ. നമ്മയും അദ്ദേഹത്തെയും മരണപ്പെട്ട മുഴുവൻ സത്യവിശ്വാസികളെയും വിശ്വാസിനികളെയും നാളെ പരലോകത്ത് അവൻ്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഗുരുജനങ്ങൾ, നമ്മെ സ്നേഹിച്ചവർ, നമ്മളെ സ്നേഹിച്ചവർ, അങ്ങനെ അവരിലെ മുഴുവൻ സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുകയും എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. കടബാധ്യതകൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. അവരുടെ കടബാധ്യതകൾ അള്ളാഹു തീർത്തു കൊടുക്കുമാറാകട്ടെ. സാമ്പത്തികമായ പ്രയാസങ്ങളെ അള്ളാഹു തീർത്തു കൊടുക്കുമാറാകട്ടെ. രോഗികൾക്ക് ശിഫ നൽകുമാറാകട്ടെ. ഇന്ന് സർജറിക്ക് വിധേയനാകുന്നുണ്ട് ഒരു കുട്ടി, 6 മാസം പ്രായമുള്ളൊരു കുട്ടി. ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആ കുട്ടിയുടെ ഉമ്മ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ആ സർജറിയെ സക്സസ് ആക്കുമാറാകട്ടെ. ആ കുട്ടിയുടെ രോഗത്തെ അള്ളാഹു ശിഫയാക്കുമാറാകട്ടെ. മുഴുവൻ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منا والأموات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. آمين برحمتك يا أرحم الراحمين.